ഞങ്ങളെല്ലാവരും കുടുംബ വീട്ടിലായിരുന്നു. അപ്പോൾ ചേട്ടൻ്റെ മക്കളും എല്ലാവരും കൂടെ കളിച്ച് എല്ലാം ഇരിക്കുന്നതുകൊണ്ട് ഞാനങ്ങനെ ശ്രദ്ധിച്ചുമില്ല. എല്ലാ പേരും ഉണ്ടായിരുന്നു, ആരും ശ്രദ്ധിച്ചുമില്ല. ശരിക്കും ഒരു ഞെട്ടലോടെയാണ് അത് തിരിച്ചറിഞ്ഞത്. മോളെ പേരൊക്കെ വിളിച്ചപ്പോഴും മോളെന്നൊക്കെ വിളിച്ചപ്പോൾ തിരിഞ്ഞ് നോക്കാത്തതുകൊണ്ട് ഒരു സംശയം നമുക്ക് തോന്നി. ഫിസിക്കലായിട്ടല്ല, ശരിക്കും മെൻ്റലി ആയിട്ടും എന്തോ തകരാറുള്ളതായിട്ടാണ് ആദ്യം തോന്നിയത്. തകർന്നു പോയി ശരിക്കും. മോളുടെ 1.5 വയസ്സ് ആയപ്പോഴത്തേക്കാണ് ഞാൻ വിദേശത്ത് നിന്ന് വന്നത്. വീട്ടിൽ വന്ന് നമ്മുടെ സ്വന്തം കുട്ടിയെ നോക്കിയപ്പോഴത്തേക്ക് എന്തോ ഒരു കുറവ് തോന്നിയായിരുന്നു. തിരിഞ്ഞൊക്കെ നിൽക്കുമ്പോൾ ഉച്ചത്തിലൊരു പാത്രം എന്തെങ്കിലും എടുത്ത് തറയിലിട്ടാൽ പോലും ഇത്രയും ഉച്ചത്തിലുള്ള ശബ്ദം പോലും അവൾക്ക് കേൾക്കാൻ കഴിയുന്നില്ല. അങ്ങനെയാണ് നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയതും. അങ്ങനെ മെഡിക്കൽ കോളേജിൽ ടെസ്റ്റിന് കൊണ്ടുപോയി. അവിടെ നിന്ന് നിഷിലോട്ട് എഴുതി തന്നു. അവിടെ ടെസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞു കേൾവി കുറവാണ്. ഇംപ്ലാന്റ് ശസ്ത്രക്രിയ ചെയ്യണമെന്നും അവരാണ് നിർദ്ദേശിച്ചത്. നിഷിലെ അധികൃതരാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യത്തിലൂടെ ശസ്ത്രക്രിയ ചെയ്യാനുള്ളൊരു സാമൂഹ്യ സുരക്ഷാ മിഷൻ ഒരു ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ആനുകൂല്യം കിട്ടുന്നുണ്ട്. അതിനോട് വേണ്ട രേഖകൾ തയ്യാറാക്കുക, അവിടുന്ന് ഫോമൊക്കെ വാങ്ങി എല്ലാം കൊടുത്തു. നിഷിലെ കൊടുത്തു. അതിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ സർജറി ചെയ്തത്. ഇപ്പം സർജറി കഴിഞ്ഞിട്ട് 3 വർഷം ആകാൻ പോകുന്നു. ഇപ്പം നല്ല ഇമ്പ്രൂവ്മെൻറ്റും ഉണ്ട്. ഞങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങൾ കുട്ടിയെ അടുത്ത് നിർത്തി എല്ലാം കാണിച്ചു കൊടുക്കും. തീക്ക് എന്ത് നിറം? കുട്ടിയെ കൊണ്ട് കൂടുതൽ സംസാരിപ്പിക്കുകയും അത് അവൾക്ക് ഇപ്പോൾ കളിയിലായാലും പഠിത്തത്തിലായാലും എല്ലാത്തിലും നല്ല മിടുക്കിയായിട്ടുള്ളൊരു കുട്ടിയാണെന്ന് നമ്മൾ അവരെ അടുത്ത് തെളിയിക്കുകയാണ് ചെയ്യുന്നത്. ഇംപ്ലാന്റ് ശസ്ത്രക്രിയയൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് അങ്ങനെ ഒരു ഫീലിങ്ങേ ഇല്ല. അവളൊരു സാധാരണ കുട്ടി മറ്റുള്ള കുട്ടികളോട് പഠിക്കുന്നു, കളിക്കുന്നു. അപ്പോൾ എനിക്ക് ഇപ്പം ഈ ഒരു 3 വർഷത്തിനിപ്പുറം നോക്കുകയാണെങ്കിൽ എൻ്റെ കുട്ടിക്ക് ഇങ്ങനെ ഒരു കുറവുള്ളതായിട്ടേ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഞാനങ്ങനെ മനസ്സിൽ കരുതാറേ ഇല്ല.